വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ന് വി ടോക്സ് ചാനലിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു പൊടിപ്പൂരം അല്ല എന്താ പറയാ അങ്ങനത്തെ സാധന അതുപോലത്തെ ഒരു ചാലഞ്ചാണ് ഗൈസ് കാണാൻ വേണ്ടി പോകുന്നത്. ഒരു ചാലഞ്ച് അല്ലേ, ഒരു സർവൈവിംഗ് ചാലഞ്ച് 24 hours ഇൻ തിയേറ്റർ ഗൈസ്. അതാണ് നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതും നമ്മുടെ കൈ കൊണ്ടാ ഇന്നത്തെ ഇത് ഇങ്ങനെ പിടിക്കും എല്ലാവരും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഗൈസ് ഒക്കെ നമ്മള് 24 hours ഇൻ തിയേറ്റർ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ കേരളത്തിൽ ഇതിനു മുന്നേ ഈ സാധന വേറെ ചെയ്തിട്ടുണ്ടോ? ചിലപ്പോ നമ്മള് വാലന്റൈൻസ് ഡേക്ക് അന്ന് 24 hours ഇതേപോലെ ആരും വീഡിയോ ചെയ്തിട്ടില്ല വന്നിട്ടല്ലേ. അപ്പൊ എന്തായാലും നമ്മള് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റും അതുപോലെ തന്നെ ഏതൊക്കെ മൂവി എന്നൊക്കെ ഫുൾ പ്ലാൻഡ് ആണ്. പിന്നെ വേറെ കാര്യം, നമ്മൾ 3 പേരല്ല, സർപ്രൈസ് ആയിട്ട് ഒരു ഗസ്റ്റ് നമ്മുടെ വീഡിയോയിൽ വരുന്നതായിരിക്കും. അത് ഇടയിൽ പറഞ്ഞ ആരാന്നുള്ളത്. ഓക്കെ, അതൊക്കെ ഉണ്ട്, ഒരു ഗസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ വീഡിയോ. നമ്മള് 3 മൂവിയാണ് നമ്മൾ ടോട്ടലി പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലല്ലേ. 11:55 ഗൈസ് നമ്മുടെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു 11:30 ആകുമ്പോൾ നമ്മൾ മാളിലെത്തും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ കുറച്ച് സത്യം ഇത് ഈ ചാനലിന് പ്രത്യേകത ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ടാസ്കുകൾ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മളെല്ലാരും സിംഗിൾസ് ആണ്. അല്ല, സിംഗിൾസ് ആണ്. നമ്മൾ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ വാലന്റൈൻസ് ഡേ നമുക്ക് കറങ്ങാൻ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരും അപ്പൊ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഇതിൽ മെയിൻ ടാസ്കുകൾ വരുന്നുണ്ട് ഗൈസ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് മൂവി 11:55 ഗൈസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 മണിയാകുമ്പോൾ ആ മൂവി തീരുള്ളൂ. നമ്മുടെ നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് 2:30 ഗൈസ്. ഓക്കെ, സോ ആ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്താൽ അത് തീരുന്നത് 5 മണിക്കാണ്. പിന്നെ നമ്മുടെ 3ാമത്തെ മൂവി എന്ന് പറയുന്നത് ഗൈസ് 7 മണിക്കാണ് വരുന്നത്. സോ 5 മണി മുതൽ 7 മണി വരെ 2 മണിക്കൂർ നമ്മൾ അവിടെ സർവൈവ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഗൈസ് അതും ഒരു പീക്ക് ടൈമാണ്. കപ്പിൾസ് ഒക്കെ വരുന്ന ഒരു സമയമാണ് മാളിലൊക്കെ. പ്ലാൻസ് ഒക്കെ ഇതാണ് ഗൈസ്. നമ്മളെ കൂടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല ഗൈസ്. ഒക്കെ കണ്ടറിയാണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആ 2 മണിക്കൂറിൽ നമുക്ക് എങ്ങനെ സമയം ചെലവഴിക്കാം എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഫുഡ് കഴിക്കാം 2 മണിക്കൂർ ബ്രോ സ്പോൺസർ ചെയ്യുന്നത് നമുക്ക് ഫുഡ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ഗ്യാപ്പിലായിരിക്കും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നത്. ആ ഗസ്റ്റ് നമ്മുടെ കൂടെ മൂവിക്ക് ജോയിൻ ചെയ്യും. കാരണം 3ാമത്തെ മൂവിക്ക് നമ്മൾ 4 ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഈ 24 hours ഇൻ തിയേറ്റർ ചാലഞ്ച് വിജയകരമായി അവസാനിക്കുമെന്ന് ആഗ്രഹിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു ചാനൽ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും ഫസ്റ്റ് നമ്മുടെ മൂവിക്ക് കയറാൻ വേണ്ടി പോവാണ്. സ്ക്രീൻ ഓക്കെ 2 ഓക്കെ ഗൈസ്, അത് നമ്മുടെ സ്ക്രീന്. സോ നമ്മൾ ഫസ്റ്റ് 11:55 മൂവിയാണ്. സമയത്ത് 12. താങ്ക് യു. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. നേരത്തെ പറഞ്ഞാണ് കേൾക്കണ്ടവര്. ഇവനാണ് ലേറ്റ് ആക്കിയത്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് മൂവി കയറാം. അറിയാലോ നമ്മുടെ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാലോ ഗൈസ്. നമുക്ക് സർവൈവ് ചെയ്യണം ഇവിടെ. ഓക്കെ, അത് വാലന്റൈൻസ് ഡേക്ക് ഫുഡ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് മൂവി കയറിക്കാം. അതിലെ 2ാമത്തെ കുട്ടീന്റെ പൊരുത്തം ഞാനൊന്ന് നോക്കുമ്പോ സമസപ്തമെല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ കാര്യമില്ലല്ലോ ജയസേ. അങ്ങനെ നമ്മുടെ സമയം കാണാൻ പറ്റുന്നില്ല. 1 മണിയായി. സമയം ഗൈസ് 1 മണി. ഇനിയും നമ്മൾ ഇന്നത്തെ തള്ളി നീക്കണം തിയേറ്ററിൽ. എന്താണ് ചാർലി ഇവിടെ വിശക്കുന്നോ? ആണോ? ഒന്ന് വിശന്നോട്ടിരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും ഫസ്റ്റ് മൂവി ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഗൈസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് ഒക്കെ ഫുള്ള് ഹാഫ് ഇന്റർവെല്ലിൽ ഫുൾ ചിരിച്ച് മറിക്കാനുള്ളതാണ് ഉള്ളത്. ഇനി അതിന് ശേഷം എന്താ അറിയില്ല, നമുക്ക് ചിരിക്കാനുള്ളതുണ്ട്. പക്ഷെ നമ്മളിവിടെ സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ 1 മണി ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ ഫുഡിലേക്ക് വിശക്കാൻ തുടങ്ങി. ഒരു കാര്യം എല്ലാവർക്കും വിശക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ മെയിൻ നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഗൈസ് ഒക്കെ നമ്മളിപ്പോ ഇന്റർവെല്ലിൽ 5 മിനിറ്റിൽ അടുത്ത ബാക്കി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ ആ മൂവി തീരുമ്പോ ഏകദേശം എത്ര മണിയാവും? 2:15 ഏകദേശം. പക്ഷെ നമ്മുടെ 2ാമത്തെ മൂവി എത്ര മണിക്കാ? 2:30 ബ്രോ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ 24 hours തിയേറ്ററിലെ ചാലഞ്ച്. നമ്മൾ പെടാൻ പോണ കാര്യം. ഇത് ഫുഡ് കഴിക്കാൻ സമയം ഉണ്ടാവില്ല. ആൻഡ് അതുപോലെ തന്നെ ഫുഡ് കഴിച്ചാലോ ഓക്കെ. സോ പിന്നെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. നമ്മുടെ 2ാമത്തെ മൂവിയില്ലേ, നമ്മളിപ്പോ ഇരിക്കുന്ന അതേ സ്ക്രീനിൽ തന്നെയാണ്.
നമുക്ക് അനങ്ങുപോലും വേണ്ട, അവിടെ തന്നെ അതെ, പുറത്ത് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ തന്നെ ബ്രോ വേണമെങ്കിൽ വിശന്നിട്ട് ഉറങ്ങിക്കാം. ഞാൻ ടിക്കറ്റ് മറിച്ചു ടിക്കറ്റ് മാറ്റി തരാനായിട്ട്. അപ്പൊ ഏകദേശം ഏറെക്കുറെ പെട്ട അവസ്ഥയാണ്. പക്ഷെ നമുക്ക് ഫുഡിന്റെ കേസ് എന്താ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഗൈസ് നമ്മൾ ജാബിനെ ആരെങ്കിലും ലോമിനെ കുളിച്ച് പറയേണ്ടി വരും. ഗൈസ് അപ്പൊ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ വേണ്ടി പോകണമെന്നുള്ളത്. നമ്മുടെ മൂവി ഞാൻ ഫുഡ് കഴിക്കാതെ റെഡി ആയിരുന്നു സിനിമ കാണാനായിട്ട്. പക്ഷേ കാരണം നമുക്ക് സമയം കാണിച്ച സമയമില്ല. ഇതാ ഇപ്പൊ 2:17 2:30 വേണം. പക്ഷെ ഇവന് ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ വല്ല കാരണം അസുഖങ്ങളുള്ളതാണ്. അത് ആ ചേച്ചി ചിരിക്കുന്നത്. ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇവന്മാർ ആരെ കൊന്നാലും എനിക്ക് പ്രശ്നം, എനിക്ക് ഫുഡ് വേണം. അത് സത്യം കഴിച്ചു. കാരണം ചാർലി തലറി വീഴും. ഞാൻ വരെ ഹോൾഡ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ ചാർലിക്ക് ഞാൻ ചാർലിയോട് പറഞ്ഞു കഴിച്ചു ഒറ്റയ്ക്ക് പോയി കഴിച്ചോ എന്നുള്ളത്. പക്ഷെ ചാർലിന്റെ ആ സ്നേഹ മനസ്സുകൊണ്ട് ഞങ്ങളെയും വിളിച്ചു. അത് കഴിച്ചപ്പോൾ നമ്മള് ചിക്കിങ്ങിൽ കയറി. എന്താ ഓർഡർ ചെയ്ത്? 3 റാപ്പിഡ് ബൂസ്റ്റ്. ഓക്കെ, 3 റാപ്പിഡ് ബൂസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത്. ആക്ച്വലി നമ്മള് ഫുഡ് കഴിക്കാനേ നമ്മള് ടൈം കിട്ടൂലെന്ന് വിചാരിച്ചാണ്. അതെ പെട്ടെന്ന് എടുക്കാൻ ചിക്കിയിൽ പെട്ടെന്ന് സാധനം കൊണ്ടുവന്നത്. നമ്മള് ഫുഡ് കഴിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമുക്ക് കുറച്ച് സമയമുണ്ട്. അതിന് കറക്റ്റ് സമയത്ത് കിട്ടിയ വേറെ കാര്യമുണ്ട്. ഫുഡ് ഉള്ളിൽ കൊണ്ടാൻ പറ്റൂല. കടയിൽ കയറിയിട്ട് മറ്റേ സാധനങ്ങൾ പെട്ടെന്ന് അതിന് സമയം കാലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടുള്ളൂ. ഒരു വൈറ്റിലൊക്കെ റാപ്പിഡ് ബൂസ്റ്റർ ഒറ്റടിക്ക് തിന്നുന്ന എൻ്റെ അടുത്തായി. അതത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, എന്താ നമുക്ക് കുറച്ച് സമയമുള്ളൂ. അതിനുള്ളിൽ നമുക്ക് കഴിക്കും ചെയ്യാനുള്ളൂ. കാരണം തിയേറ്ററിനുള്ളിൽ ഫുഡ് ആയിട്ട് കയറ്റത്തില്ല ഗൈസ്. അങ്ങനത്തെ ഒരു സ്കീം ഉണ്ട്. 2:30 അടുത്ത ഷോ 2:30. അത് എത്ര മണിക്ക് തീരുക? 2:30 തുടങ്ങി എത്ര മണിക്ക് തീരും? ഏറെക്കുറെ ഒരു 5 മണി. 5 മണിക്ക് തീരും. 5 മണിക്ക് തീരും. അതിന് 3-ാമത്തെ ഷോ എത്ര മണിക്കാ? 7 മണിക്ക്. അവർ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമുക്ക് ഫ്രീ ആണ്. അതുപോലെ തന്നെ നിന്റെ ചങ്ക് കുട്ടൻ വരും ചെയ്യും. വിളിച്ചായിരുന്നു അവനെ? വിളിച്ചു പറഞ്ഞിട്ട് അവൻ ചിലപ്പോ കറങ്ങാൻ വല്ല പോയിട്ടുണ്ടെങ്കിൽ കോളേജിൽ ഏതെങ്കിലും ക്ലാസ്മേറ്റിന്റെ കൂടെ കറങ്ങാൻ പോയി കൂടി. വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ നമ്മള് ഇങ്ങനെ അടിഞ്ഞോ വാലന്റൈൻസ് ഡേ ആയിട്ട് ഇങ്ങനെ ഫിലിമിയും കണ്ട് നടന്നോ. ഇത്ര വയസ്സായി ഒരു പെണ്ണുട്ടി. വേറൊരു കാര്യം, പെട്ടെന്ന് തിന്നാ പെട്ടെന്ന് പോവാ. അതായിരിക്കണം ബ്രോ. നമുക്ക് ഈ 2ാമത്തെ പടം കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ സമയമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും തിന്നാൻ പോകും ബ്രോ. തിന്നാ അതൊക്കെ മോശമല്ലേ ബ്രോ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നമ്മുടെ 2ാമത്തെ? അറിയില്ല, നമുക്ക് നോക്കാം. ഈ വലിയ മാള് കിടക്കുവാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കറക്കി തരാം. നമ്മൾ എവിടെ വന്നത് പറയുന്നത് ഈ പടമൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ബ്രോനെ ഞാൻ വിടുള്ളൂ. അതത്രേ ഉള്ളൂ. ഈ റാപ്പിഡ് ബൂസ്റ്റർ തിന്നണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു വെക്കാൻ. അതായത് നമ്മളിപ്പോ സദ്യ കഴിക്കുന്നതിന് മുന്നേ മറ്റേ വെള്ളം കൂടി കൈ കഴുകണ പോലെ. അത്രേ ഉള്ളൂ. അതാണ് മെയിൻ ഫുഡ് വരുന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മള് വക്രി വരാണ്ട് കഴിച്ചു. വക്രി വരാനുള്ള എക്സൈറ്റ്മെന്റിലുള്ളത്. വക്രി വന്നതിന് ശേഷം എന്തൊക്കെ ബുലിമാനം നടക്കുന്ന അറിഞ്ഞൂടാ. വക്രി വന്നിട്ട് അവനും പോസ്റ്റ് ആക്കാം. അവൻ കോളേജിൽ പോയി നട്ടാ കഴിച്ചത്, അല്ലാതെ അവന് കോളേജിൽ തന്നെയാണോന്ന് അറിയത്തില്ല. ബ്രോ വിശപ്പ് അറിയോ? അറിയില്ല, എന്നാൽ കുഴപ്പമില്ല. ഉള്ള വിഷമം അറിയാൻ മതി. സമയമില്ല. അതല്ല ഗൈസ്. ഓക്കെ, നമ്മുടെ 31 ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത സിനിമയ്ക്ക് കയറാനുള്ള സമയമായിട്ടുണ്ട്. പൊന്മാൻ ഗൈസ്. ഓക്കെ, നമ്മുടെ ബേസിലിന്റെ പൊന്മാനാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ മൂവി ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫണ്ണായിരുന്നു. സത്യം ബേസിൽ ജോസഫ് കാണുന്ന അറിയിച്ചു കൊടുക്കുന്നു. സത്യം ഗൈസ്. ഓക്കെ, ഫൈനലി എന്തായാലും നമ്മുടെ ഫസ്റ്റത്തെ മൂവി എന്തായാലും കിടിലായിരുന്നു. നൈസായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇല്ലടാ, ഇഷ്ടപ്പെട്ടില്ലേ? വിനീത് കലക്കിയുണ്ട് അല്ലേ? കൊള്ളാം. ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, ആദ്യത്തെ PVR ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും. എന്തിന് പെണ്ണ് കിട്ടത്തില്ലല്ലോ 30 ബ്രോ? ശരിയാണ് കേട്ടോ. അത് എല്ലാം ഒരു കൊല്ലം ഡിഫറൻസേ ഉള്ളൂ ഈ പറയുന്ന. നമുക്ക് 25, ഇവിടെ 26, അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഏതായാലും ഗൈസ്. ഓക്കെ, വിനീത് ശ്രീനിവാസൻ കിടിലായിട്ട് പടം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് മൂവിയിൽ കാണാം. കോയിൻസിഡൻസ് ഉണ്ട് ഗൈസ്. അതെ, എന്താണത്? കഴിഞ്ഞ സിനിമ കണ്ടത് 7, 8, 9 സീറ്റ് നമ്പർ 8, 9, 10 അതെ ബ്രോ. നമ്മൾ വീണ്ടും തീർന്നു. സെക്കൻഡ് മൂവി സ്റ്റാർട്ട്. A few moments later. ഗൈസ്, ഇപ്പോ ഇന്റർവെല്ലായി. നമ്മൾ എത്ര മണിക്ക് വന്നു ഓർമ്മയുണ്ടോ? 12 മണിക്കല്ലേ? 12 മണിക്ക് വന്നപ്പോ എത്ര? 4 മണിയായി. സൂപ്പർ അല്ലേ? ചാലൊക്കെ ചത്തു. നമ്മളെ 2ാമത്തെ മൂവി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. 4:52.
കറക്റ്റ് ടൈമിംഗ് അല്ലേ 5 മണിന്ന്. അങ്ങനെ ഫൈനലി നമ്മുടെ രണ്ടാമത്തെ മൂവി ആയിട്ടുള്ള പൊന്മാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയത്ത് 5 മണി ഗൈസ്. ഓക്കെ, സോ 5 PM ആയിട്ടുണ്ട്. 2 മൂവി കണ്ടപ്പോഴത്തേനും ചാനലൊക്കെ ഡൗൺ ആണല്ലോ ബ്രോ. വാട്ട് ഈസ് ദിസ് ബ്രോ? ടയേർഡാണ് ബ്രോ. ഇത്രേ ഉള്ളൂ ബ്രോ. നേരത്തെ ഒരു ദിവസം 3-4 പടക്കം കണ്ടെന്ന് പറഞ്ഞ ആളാ തിയേറ്ററിൽ നിന്ന്. ഇത്രേ ഉള്ളൂ ബ്രോ 2 പടം കഴിഞ്ഞപ്പോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞു 4 പടമോ 3 പടം കണ്ടെന്ന് പറഞ്ഞായിരുന്നു. വീട്ടിലോട് കൂട്ടില്ല ഗൈസ്. ഇപ്പൊ എന്തായാലും നമ്മുടെ 2 മൂവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും വാലന്റൈൻസ് ഡേ ആയിട്ട് നമ്മൾ അവിടെ അങ്ങനെ ചില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. ചില്ലി മൂവി കാണുന്നത് അതാവുമ്പോ കരഞ്ഞാൽ ആരും അറിയില്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത മൂവിക്ക് വേണ്ടി ഗൈസ് നമ്മുടെ കൂടെ ഒരാളും കൂടി ചേരുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞായിരുന്നു. നമ്മുടെ എഡ്വിൻ BCB കോളേജിൽ നിന്ന് റൂമിലെത്തിന്ന് അറിഞ്ഞു. ആരെ വിളിക്കാൻ പോകുന്നു? ഞാനല്ലെങ്കിൽ കൊമ്പൻ. അല്ലെങ്കിൽ കൊമ്പൻ. ഇതൊന്ന് കിടക്കുന്ന അവിടെ ഗൈസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത മൂവി എത്ര മണിക്കടാ? 7 മണി. അപ്പൊ 2 മണിക്കൂർ സമയമുണ്ട്. 2 മണി ഇവിടെ ഇരിക്കണ്ട. നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഒന്ന് വെറുതെ ഇങ്ങനെ കറങ്ങിയിട്ട് ഒന്ന് മൈൻഡൊക്കെ റിഫ്രഷ് ആയി ഇങ്ങനെ. റോസാപ്പൂ ഉണ്ടെങ്കിൽ ഒരു റോസാപ്പൂ കപ്പിൾസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് KFC എന്താണ് വാലന്റൈൻസിനെ കുറിച്ചുള്ള അഭിപ്രായം? നമുക്കുള്ള ദിവസം അല്ലല്ലോ അതെന്താ ചാർലി BCB അങ്ങനെ പറഞ്ഞു? എനിക്ക് ഫെബ്രുവരി 14 ഇന്ന് ഏതാ ദിവസം ഏതാ പറഞ്ഞൂടാ? ബ്ലാക്ക് ഡേ ആണ്. ഞാൻ ബ്ലാക്ക് ഇട്ടാൻ കണ്ടില്ലേ? പക്ഷെ ഞാൻ റെഡ് ഇട്ട് എന്താ പറഞ്ഞൂടാ? കർത്തവാവോ? വാലന്റൈൻസ് ആഘോഷിക്കുന്നവരൊക്കെ അടിച്ചു പൊളിക്കാം. അതെ അതെ, നിങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ അങ്ങനെ 3 പേരും ഇവിടെ സിനിമ കണ്ട് ഇങ്ങനെ കറങ്ങിട്ട് നടക്കും. നമ്മൾ എൻജോയ് ചെയ്യും, നിങ്ങൾ എൻജോയ് ചെയ്യും. ഇതാണ്ട് എൻജോയ്മെന്റ് കണ്ടില്ലേ? എന്തായാലും ഇനി എഡ്വിൻ BCB വരണം. എന്നാ പെട്ടെന്ന് എടുത്തിട്ട് പോയോ ഗൈസ്. അങ്ങനെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ 2 കോഫി മേടിച്ചിട്ടുണ്ട്. കോഫി എന്നാലും അവര് വരുന്നേരം സമയമുണ്ട്. അപ്പൊ നമുക്ക് കോഫി കുടിച്ചിട്ട് ഇരിക്കാം. സമയമുണ്ട്. 1.5 മണിക്കൂർ ഇനിയുണ്ട്. 6 മണി പറഞ്ഞു. സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. കണ്ടതിരിക്കാൻ പറ്റുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും കപ്പിൾസ് ഒക്കെ ഇരിക്കുന്നു. ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ചുറ്റും ഫുഡ് കോർട്ടിൽ നമ്മൾ ഇരിക്കുന്നത്. കാണിച്ചിട്ട് വേണം ഇനി അതിന്റെ അടി കൂടെ. അതെ അതെ, നമ്മള് മാള് രാവിലെ വന്നാണ് കഴിച്ചത്. രാവിലെ വന്നിട്ട് ഇത്ര നേരമായിട്ട് അങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വൈകിട്ടായപ്പോ ഇവിടെ മൊത്തം നിറഞ്ഞിരിക്കുന്നു കഴിച്ച്. നമ്മള് മാത്രം അത് വേറെ ഒരുത്തിനും ഒരാളെ വിളിക്കാൻ പോയിരിക്കുന്നു. പോയിട്ട് 2 മണിക്കൂർ ഇതുവരെ വന്നിട്ടില്ല. അത് എങ്ങനെ പോയെന്തോ. അതെ അതെ ഗൈസ്. എടാ നമുക്ക് ഇവിടുന്ന് മാറിയാലോ? ഇവിടുന്ന് പോയാലോ? ഇതൊന്നും കാണാനില്ല ഗൈസ്. ഐസ്ക്രീം കഴിക്കണേ, ചായ കണ്ടിരിക്കാം. അതെ അതെ ഗൈസ്. ബാക്കിൽ ഒരു ക്രിക്കറ്റ് ഉണ്ട്, മാച്ച് TV ഉണ്ട്. അതിൽ ക്രിക്കറ്റ് അതുകൊണ്ട് പെട്ടുപോയി. സമയം ഇപ്പൊ 6:09 ആയിട്ടുള്ളൂ. 7 മണിക്കാണ് നമ്മുടെ അടുത്ത മൂവി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി ഗൈസ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയിരിക്കുവോ? അതെ, എന്തിനും ഇതേപോലെ പഠിക്കുവല്ലേ. അപ്പൊ എന്തായാലും അവര് വരട്ടെ ഗൈസ്. എന്നിട്ട് അവര് വന്നതിന് ആദ്യം പണി കൊടുക്കണം. കാരണം പോയിട്ട് ഇത്ര നേരം നിർത്താനായിട്ട് വന്നില്ല. നമ്മളിവിടെ ഫുൾ പോസ്റ്റ്. അറിയുന്ന 2 ഗേൾസ് ഉണ്ടെങ്കിൽ കൊമ്പിന് കൂട്ടായാണ് ഗൈസ്. അപ്പോ നമ്മുടെ കാത്തിരുന്ന എഡ്വിൻ BCB ഗൈസ് ഇവിടെ തിരികെ നമ്മള് ആര് വെറുതെ പറയുകയാണെങ്കിൽ ചാലിയാസ് പോകാൻ വേണ്ടി നോക്കിയിരിക്കുന്നത് അവൻ്റെ ഒരു കോഫി മേടിക്കാം. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ എന്താ സംഭവങ്ങളൊന്നും എനിക്ക് അറിയില്ല. നമ്മുടെ KMC പറഞ്ഞു. അത് ഞാനിടെ ഇതെന്നെ രാവിലെ 11 മണി തൊട്ട് നിങ്ങൾ പുറത്താന്ന് സത്യം തിയേറ്ററിന്റെ ഉള്ളിൽ 24 hours തിയേറ്റർ. എന്നിട്ട് തനിക്ക് തിയേറ്ററിൽ പോയി ഇരുന്നോടെ ഈ കോഫി ഷോപ്പ് ഇരിക്കേണ്ട കാര്യമുണ്ടോ? അടുത്ത സമയത്തിലല്ലേ കയറാൻ പറ്റുള്ളൂ. ഏതൊക്കെ സിനിമ ശേഷം പൊന്മാനാണ്. വാലന്റൈൻസ് ഡേ ആയിട്ട് നിങ്ങള് മെയിൻ ആയിട്ട് കാണുന്ന പടങ്ങളൊന്നും കണ്ടില്ലല്ലേ? അതേതാണ് ഇന്ന് മെയിൻ ആയിട്ട് ഇറങ്ങുന്ന പടം ഏതൊക്കെ അറിയോ? റൊമാൻസ്. റൊമാൻസ് കണ്ടാ പോരായിരുന്ന ഇവനാ പറഞ്ഞ എന്നോട്. ഇത് 2-3 ബുക്ക് റൊമാൻസ് കിടിലം പടം. അത് നമുക്കുള്ള പടം അല്ല. അതെ അതെ, നമ്മൾ സിംഗിൾസ് ആണ്. ബ്രോ കമ്മിറ്റഡ് കണ്ടിരിക്കാലോ. കണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങള് കുറച്ച് എന്റർടൈൻമെന്റ്. ബ്രോ ഇങ്ങനെ നടന്നു പോകുമ്പോ ഫ്രണ്ടിൽ കൂടെ ഒരു കപ്പിൾ പോയി കഴിഞ്ഞാൽ ബ്രോ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ? ഞങ്ങൾ ഇത്ര നേരം കരയുന്നു. നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു കോഫി അടിച്ചിട്ട് 2 ലൗസ് പിടിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ട്.
ശരിയാണല്ലോ, നല്ല പരിചയം ഉണ്ടോ? ഞാൻ അങ്ങനെയല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പഠിച്ചിട്ട് തുപ്പി കൊടുക്കാനോ. ചാർലിദാസ് വന്നിട്ട് എന്നോട് അവന്മാർക്കൊക്കെ പ്രാന്താണ്, ഒരു ദിവസം ഇത്ര പടം കൊണ്ട് കാണിച്ചിട്ട് കൊന്ന എനിക്ക് ബോറടിക്കണ്ടാ. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പോഴെല്ലാം വന്നു, നമ്മള് രാവിലെ മുതലേ ഞാൻ രാവിലെ മുതൽ എക്സ്പീരിയൻസ് ആദ്യത്തെ പടം ഓക്കെ, രണ്ടാമത്തെ പടം അടുപ്പിച്ച് കണ്ടപ്പോണ്ടല്ലോ എന്റെ സാറേ അവിയൽ നിന്ന അവസ്ഥ. രാവിലെ മറ്റേ ഇതായിരുന്നു, തമാശപ്പടായിരുന്നു, കോമഡി. ആ ഉച്ചക്കാണെങ്കിൽ ഒരു സീരിയസ് ആയിരുന്നു. രാത്രി ഇടിയാ. ഞാൻ ദാവീദ് കാരണം പെപ്പയുടെ പടല്ലേ. ഞാനൊക്കെ മറ്റേ അങ്കമാലി ഡയറീസിന്റെ ഫാനാണ്. കുളക്കാൻ നിന്നുണ്ടാവും. 6:28 വാലന്റൈൻസ് ഡേക്ക് പൂക്കാൻ ബോയ്സ് എല്ലാരും തിയേറ്ററിനുള്ളിൽ. My Valentine's is for PVR. ബ്രോ നിങ്ങൾ തപ്പണം ബ്രോ. ഞാൻ വാലന്റൈൻസ് ഡേക്ക് എത്ര ഡേയ്സ് ആണ് നമ്മള് 12 എത്ര ദിവസം 7 ദിവസം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കിസ് കൊടുക്കണം, ഹഗ് കൊടുക്കണം, ടെഡി കൊടുക്കണം, ബിയർ കൊടുക്കണം, ചോക്ലേറ്റ് കൊടുക്കണം. പിന്നെ വാലന്റൈൻസ് ഡേ അതെല്ലാം കൂടി കഴിഞ്ഞ് കുറച്ച് 9 മാസം കഴിയുമ്പോൾ ചിൽഡ്രൻസ് ഡേ. ഒക്കെ പരിപാടി ചെയ്തിട്ട് ഇതിന്റെ പരിപാടി പോലെ പോകേണ്ട ആവശ്യമുണ്ട്. ആ ടൈമില് നമ്മളിങ്ങനെ 2 മന്തി അങ്ങ് എടുത്ത് വെച്ചിട്ട് കഴിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. ദാറ്റ് ഈസ് ദ ലവ്ലി തിങ്. ഞാൻ ഇവന്മാരോട് രാവിലെ പോലെ പറഞ്ഞോണ്ടിരിക്കുക പലതും ഇടയ്ക്കൊക്കെയാണ് ഇതുപോലെ ചെറിയ പണികളെ കൊടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയാൻ നമ്മൾ ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ, നമുക്ക് നമ്മുടെ വാലന്റൈനെ കണ്ടുപിടിച്ചിട്ട് അവർക്കും കൂടി ടിക്കറ്റ് എടുത്ത് കൊടുത്ത് കയറാം. വാലന്റൈനെ തപ്പി നടക്കാം. ഒരു ടിക്കറ്റില് വാലന്റൈനെ കയറ്റാൻ അപ്പൊ നിന്നെ ഒഴിവാക്കാം. അത് വേണ്ട, അത് വേണ്ട. എന്നാ ഞാൻ എന്റെ വാലന്റൈൻ ആരാ? ഞാൻ പൊക്കോളാടെ. എന്റെ ബേബി എന്റെ നിങ്ങൾ നിങ്ങളുടെ വാലന്റൈനൊക്കെ ആയിട്ട് ഞാൻ എന്റെ വാലന്റൈനായിട്ട് ഞാൻ വേറെ ഏത് വാലന്റൈനോ കറക്കത്തിൽ നമുക്ക് വാലന്റൈനെ കിട്ടിയാലോ? അതെ അതെ, ഈ ഒരു കറക്കത്തിൽ നമുക്ക് വാലന്റൈനെ കൈ കിട്ടും. സബ്സ്ക്രൈബർ. Yes guys, subscriber. What's your name? Wait, I haven't subscribed to your channel, but hey, what's your channel's name? സോറി സബ്സ്ക്രൈബർ അല്ല കേട്ടോ. Vdocs. Yeah. Check it up. Yeah. Yo. Rasid. Sidhu. ചാടി കളിക്കുന്ന ഒരു പുഴുവിനെ കിട്ടിയിട്ടുണ്ട് guys. Yeah. How much subscriber? Are you famous? ലിറ്റിൽ ബിറ്റ്. കൊച്ചെന്തൊക്കെയാ പറയുന്നുണ്ട്, നോക്കട്ടെ. By the way, this is one of the മോനെ അതങ്ങ് വെച്ചേ. എന്ത് കളിക്കുന്നേ മോൻ? പുലിമുരുകനോ? ബ്രോ കളിക്കുന്നത് എന്താന്നറിയോ? പുലിമുരുകൻ. He's also gamer. He's also gamer. Oh! Free Fire Kerala YouTuber. 1 million subscribers. അപ്പം ഇതൊക്കെയാണ് കാര്യം. കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കുക. കൊച്ചില്ലാത്തവര് ഇവിടെ ഇങ്ങനത്തെ ഈ കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കുക. ഇപ്പൊ മനസ്സിലായല്ലോ വാലന്റൈൻസ് ഒക്കെ ഇങ്ങനെ ആഘോഷിച്ചു. ഞാൻ പറഞ്ഞ പോലെ 9 months. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കൊരു ചെറുത് എന്ത് കോഫി ചായ ഒന്നും കഴിച്ചില്ലേ? ചെവിയിലുണ്ട്, കഴിച്ചില്ല. അജി കഴിച്ചല്ലേ? ഇവര് ചായ കുടിച്ചിട്ട് വന്നേ. ഞങ്ങൾക്ക് അറിയായിരുന്നു ചായ കുടിച്ചിട്ടേ വരിക. എന്താ ഒരു കോഫി മാത്രം കുടിച്ചോ? കോഫി ഗൈസ്, ഇങ്ങനെ ഞങ്ങൾ പടം വീണ്ടും കാണാൻ വേണ്ടി പോവാണ്. ഇവന്റെ ആദ്യത്തെ നമ്മുടെ 7 മണിയാവാനായി. ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതും എനിക്ക് ടാസ്ക് ഗൈസ്, നമ്മൾ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 5 മണി മുതൽ 7 മണി വരെ. ആ 2 മണിക്കൂർ നമ്മൾ തള്ളി നീക്കിയത് എങ്ങനെ നിങ്ങൾ കണ്ടല്ലോ. 5 മണി തൊട്ട് 7 മണി വരെ നിങ്ങൾ ഇവിടെ ഇരിക്കരുത്. അടിച്ച് നിന്റെ മനസ്സിലായ ഞാൻ എന്താ പെട്ടെന്ന് വരാഞ്ഞെന്ന്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. എന്തായാലും ഇനി മൂവി അങ്ങോട്ട് നോക്കട്ടെ, എന്നിട്ട് കാണാൻ കയറിയിട്ട് കാണാൻ One hour later. ഗൈസ്. അപ്പൊ എന്തായാലും നമ്മള് പടമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. മൂവി കഴിഞ്ഞു. എന്നിട്ട് വരാവുള്ളൂ കേട്ടല്ല. അത് ഒരു മൈൻഡും ഇല്ല ഗൈസ്, ഒരു മൈൻഡില്ല. വെറുതെ പറയുന്ന നമ്മുടെ 24 hours in theater ഗൈസ്. അതും വാലന്റൈൻസ് ഡേ ഒക്കെ വന്ന് നമ്മൾ 4 സിംഗിൾസ്. സത്യം പറയാനില്ല, ഇത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും കാണാൻ വയ്യാത്തോണ്ട് ഇതിന്റെ അകത്ത് രാവിലെ 10:30 11 മണിക്ക് എത്തിയതാണ്. ഇപ്പൊ സമയത്ത് 9. നമ്മൾ 5 മണി തൊട്ട് 7 മണി വരെ 2 മണിക്കൂർ നമ്മൾ
കണ്ടു കുറെ കാര്യങ്ങൾ. അതെ. Guys, പിന്നെ അതുവരെ ഞാൻ അതിന്റെ അകത്ത് വെച്ചും കുറെ കാര്യങ്ങൾ കണ്ടു. ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടില്ല? ഫൈനലി അപ്പോൾ ഗൈസ് നമ്മൾ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ എങ്ങനെയുണ്ടായിരുന്നു മോനെ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതുവരെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു ദിവസം 3 സിനിമ കാണുന്നത്. 2 സിനിമ പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഒരു സിനിമ മാത്രമേ ഒരു ദിവസം കണ്ടിട്ടുള്ളൂ. ചാർലി ഇങ്ങനെ ഒരു ദിവസം 3 സിനിമ കണ്ടിട്ടുണ്ട്. കൊമ്പ കണ്ടിട്ടുണ്ടോ? 2 സിനിമ കണ്ടിട്ടുണ്ടോ? ഗൈസ് ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ കണ്ണിന് കാണാൻ തോന്നുന്നു. ആക്ച്വലി കണ്ണൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത്. ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളൂ, ഭാഗ്യം കൊണ്ട്. ഞാൻ ലാസ്റ്റ് കണ്ട പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്റെ അടിപൊളി അതാ പറഞ്ഞേ. നിങ്ങളുടെ കൂടെ പിന്നെ നമ്മുടെ ഈ കണ്ട ലാസ്റ്റ് മൂവി ദാവീദ് ഗൈസ്. ഓക്കെ, നൈസ് മൂവി ആയിരുന്നു. ഇതൊന്ന് നല്ലൊരു ബോക്സിംഗ്, മലയാളത്തിലെ നല്ലൊരു ബോക്സിംഗ് മൂവിയാണ് ഗൈസ്. ഓക്കെ, ഇഷ്ടപ്പെട്ടത് മറ്റേ സാധനം ജാതി ജാതകം. ഇന്ന് 3 കണ്ടതിൽ നോക്കുവാണെങ്കിൽ പക്ഷെ അതല്ല 3 കാറ്റഗറിയാണ്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നൈസ് ആയിട്ട് എടുത്തു. എനിക്കും ഒരു ജാതി കൂടെ ഇഷ്ടപ്പെട്ടിരിക്കാൻ കാണാത്തോണ്ട് എനിക്ക് ഈ പടമാണ് ഇഷ്ടപ്പെട്ടത്. പ്രൊഫഷൻ തിയേറ്റർ നോൺ ട്രൈ അറ്റ് ഹോം. അതില് എങ്ങനെ മൂന്ന് സിനിമ ഒന്നും ഇത് വലിയ സ്ക്രീനാ, കണ്ട് പെട്ടെന്ന് തന്നെയാണല്ലേ. അതിന്റെ കണ്ടു ഇങ്ങനത്തെ ചലഞ്ചിൽ ഇനി ഞാൻ ഉണ്ടാവത്തില്ല. എന്താ ഇനിയും അല്ല, ഇനി നമ്മൾ നടത്താൻ പോകുന്ന എന്താ പറയാ, 1 ലക്ഷം നടത്തണം. 1 ലക്ഷം 1 ലക്ഷം നമ്മള് പ്ലാനിങ് ഉണ്ട്. 1 ലക്ഷം കിലോമീറ്റർ നടക്കൽ. 1 ലക്ഷം കിലോമീറ്റർ അല്ല, 1 ലക്ഷം സ്റ്റെപ്സ്. പേര് നടന്ന് ചാവാൻ പോവാ. നിങ്ങൾക്ക് ഈ ഒരു 24 hours തിയേറ്റർ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. എന്തായാലും പിന്നെ സിംഗിൾസിന് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത വാലന്റൈൻസ്. അതെ അതെ, സത്യം. ഹാപ്പി വാലന്റൈൻസ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വക ഹാപ്പി വാലന്റൈൻസ് ഡേ. സിംഗിൾ ആയവർക്കും കമ്മിറ്റഡ് എല്ലാവർക്കും, ആവുന്നവർക്കും ആവാൻ പോകുന്നവർക്കും ബ്രേക്കപ്പ് ആയവർക്കും എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതിന് Let me show you what I